ചേട്ടാ ചേട്ടാ എന്താടാ? ചേട്ടനെ അന്വേഷിച്ച് അയ്യപ്പൻ ആനയായിട്ട് വന്നിരിക്കുന്നു. ആനയാ? എന്തിനാ പറയെടുക്കാനാ? ഓ, പറയെടുക്കാനൊന്നും അല്ല, എന്നെ കാണാനാ. അല്ലേ, നിന്നെ കാണാ ആനി വന്നു തുടങ്ങിയ? എന്ത് പറഞ്ഞാലും ഒരു എന്താ അയ്യപ്പൻ നായരെ, ഇതാണോ ആന? അതെ സാർ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ? കാണിച്ചു. തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പെണ്ണാനയാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ അതിന് കൊമ്പ്? ഇത് കൊമ്പല്ല സാറേ, പല്ല. പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും. ഓ, അത് ശരി. ഇത് നമ്മുടെ കറുത്തേടത്തെ ജോർജ് കുട്ടിയുടെ ഇടംപല്ല് പോലെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ? അത് കൊള്ളാലോ, നീ ഇപ്പൊ തഹസിൽദാര് കളിക്കാണാ? എടാ, നീ തഹസിൽദാര് ആവണേന് മുമ്പ് നീ എന്റെ മോനായിരുന്നു. നിന്റെ അപ്പം തോമാച്ചനുണ്ടല്ലോ, അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല. പിന്നല്ലേ നീ ഒരു തഹസിൽദാര് കളി? ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോട്ടെ. വാ വിദ്യേ. നല്ല ആളാണ്. ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു മൃഗാസ്പത്രി പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു ബ്ലോക്ക് ഓഫീസിൽ പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു തഹസിൽദാരെ കാണാൻ പോയിന്ന്. നിങ്ങൾ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ രാഘവൻ നായരെ. ഞാൻ ഇതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇതേ കണ്ടോ, ഇങ്ങോട്ട് വലത്തിയാനേ കണ്ട, ഇങ്ങോട്ട് ഇടത്തിയാനേ അവളുടെ അമ്മേനെ അവിടെ കുഴിച്ചിട്ടുണ്ട് പുഴയില്. ഞാൻ ഇതിനൊന്ന് അടിച്ചു. നേരെ നമ്മുടെ മമ്മൂതിയുടെ മില്ലില് തടി പിടിക്കാൻ ഒരു ആനനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എവിടൊക്കെ ക്യാൻവാസ് ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങൾ? ഈ ഭാഷ അറിയാത്ത ആനയെ കൊണ്ട് ഞാൻ എങ്ങനെയാ തടി പിടിപ്പിക്കുക? സാരില്ല ഇപ്പൊ നേരെ ആംഗ്യം കാണിച്ചാ മതി, അതനുസരിച്ചോളും. ഏത് നാട്ടിലും ഏത് ഭാഷയിലും ആംഗ്യമൊക്കെ ഒന്നല്ലേ? ശരിയല്ലേ? അതെന്താ അയ്യപ്പൻ നായരെ, നിങ്ങൾ ആനേനെ വാങ്ങിട്ട് നമ്മളെ അറിയിക്കാഞ്ഞത്? ആ ആന ചൂണ്ടി പറഞ്ഞിട്ടാ നമ്മളെ പറഞ്ഞത്. ഈ തടിയൊക്കെ ആ മില്ലിനടുത്തേക്ക് വലിച്ചിടിക്കും. ഇവിടെ വരാൻ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. വലിച്ചിടാനേ, മരം വലിച്ചിടാനേ നീ, വലിച്ചിടാനേ നീ, മരം വലിച്ചിടാനേ, വലിച്ചിടാൻ. എന്താ ഇത്? നീ എന്ത് കഥയായി കാണിക്കണേ? സർക്കസ് എവിടെ? എടി ഒറ്റക്കാലം നിന്ന വീഴുന്ന്, ഇങ്ങോട്ട് വരാൻ. ദേ പൊക്കണു മറ്റേ കാലും. ഇങ്ങോട്ട് വാ. ഇതിപ്പോ എന്തിനാ ഇരിക്കണേ? നിന്നിട്ട് കാല് കഴിച്ച ഇടി. ഇതെന്നെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാന്ന തോന്നണേ. വലിയൊരു കാണുണ്ടോ ഈശ്വര? ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞില്ലേ? എന്റെ അമ്മോ, ഇതെന്താ ഈ കാണിക്കണേ? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവോ? ആകെ കുഴഞ്ഞല്ലോ രാഘവൻ നായരെ. തടി പിടിക്കാൻ ആംഗ്യം കാണിച്ച ആന കാല് പൊക്കി സർക്കസ് കാണിക്കും. ഹിന്ദി അറിയായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അല്ല അയ്യപ്പനാച്ചാരെ ഹിന്ദി ഒട്ടും അറിഞ്ഞൂടെ? അത് ശരി, മലയാളം തന്നെ നല്ലോണം അറിഞ്ഞുകൂടാത്ത ആളാണ് ഹിന്ദിയും കൂടി പഠിക്കുന്നത്. മലയാളം എനിക്കറിയില്ല, താനാ തീരുമാനിക്കണേ. ആശാന്റെ മോൾക്ക് പരശുരാമ സൂക്ഷിച്ചോ, നീ എന്റെ കൈ കൊണ്ട് മേടിക്കും. മേടിക്കണ ആന ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഹിന്ദി പഠിപ്പിച്ചാനെ. ഈ ആനയെ സർക്കസുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പകരം മലയാളം അറിയാവുന്ന ഒരു ആനയെ നമുക്ക് കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്? അതെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇനി നിങ്ങൾക്ക് ആനയായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചോ. അതിന് ഏതെങ്കിലും ഹിന്ദി മാഷെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ചാ പോരെ? ഞാൻ ഈ വയസ്സുകാലത്ത് എങ്ങനെയാടോ
ഈ അറിയാത്ത ഭാഷ പഠിക്കുന്നത്. ശരിയാ. അല്ലേ? അതെ. ആനയെ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യമല്ല. അതിലും ഭേദം അയ്യപ്പൻ നായർ ഹിന്ദി പഠിക്കുക. ശരിയാ. ശരി ശരി ശരി, കുറെ നേരം അതിൽ തുടങ്ങിയിട്ട് ഞാൻ ഒറ്റ അടി വെച്ചെന്നിട്ടല്ലോ. ആ, നമ്മുടെ നാട്ടിൽ ഹിന്ദി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരുണ്ട്? ഒരാളുണ്ട്. ആ, ഹിന്ദി വിദ്വാന. എന്റെ പരിചയത്തിലുള്ളതാ. വിനയചന്ദ്രൻ എന്നാ പേര്. ചെറുപ്പക്കാരൻ, മിടുക്കൻ. പിന്നെ ആള് കുറെ ദൂരെയാ. ആയിക്കോട്ടെ, വൈകിക്കണ്ട, ഉടനെ ഓടിക്കോ. നിക്ക് എന്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ടുള്ള ഒരു മോളുള്ളതാ. ചെറുപ്പക്കാര് ട്യൂഷൻ എടുക്കാൻ വരുന്നത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്, മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഹിന്ദി പഠിക്കുക. എന്താ പോരെ? അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല. പഞ്ചപാവ. ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല. പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ടീച്ചറിന്റെ, അതായത് ഒരു സുന്ദരിയായ ഹിന്ദി ടീച്ചറിന്റെ പരശുരാമ, അല്ല, മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ഉണ്ട്. ഉറപ്പാണോ? എന്താ ആശാനെ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കും പ്രായമായ സുന്ദരികളായ 2 സഹോദരിമാരുള്ളതാ. ഇവൻ അടിക്കടി എന്റെ വീട്ടിൽ വന്ന് പോകാറുണ്ട്. അതിന്റെ പേരിൽ ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ്. എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ പോയിക്കോ. അയ്യപ്പൻ നായർ വണ്ടി കാശ് കൊടുക്കി. വിനയ, വിനയ, നീ ഇതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിന്നെ അന്വേഷിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. എന്താ കാര്യം? ദാ, എന്താ കാര്യം? ഒരു ഉഗ്രം കോൾ ഒത്തു വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിലും മാനസികപരമായിട്ട് ചില പ്രയോജനങ്ങളുള്ളതാ. അതെന്ത് കോളാ? ഒരു വെടിക്ക് 2 പക്ഷി. ഈ നാട്ടിൽ നിന്നും കുറച്ചാൾ മാറി നിൽക്കണം നീ എപ്പോഴും പറയാറില്ലേ? അതിന് പറ്റിയ ചാൻസ് ആയത്. ആനക്കാരന് ഹിന്ദി മാസ്റ്റർ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ എനിക്കും അവിടെ ഒന്ന് ഷൈൻ ചെയ്യാം. ഏത്? ഇതേ കൊച്ചു പിള്ളേരെ ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്ന പോലും പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ നീ പറഞ്ഞ ഈ വയസ്സിനെ എങ്ങനെയാ? ഒന്ന് ശ്രമിച്ചു നോക്ക, അത്രേ ഉള്ളൂ. നീ വിചാരിക്കുന്ന പോലൊന്നല്ല. അയ്യപ്പൻ നായർ ആളൊരു രസികനാ. നിനക്ക് വേണ്ടത് ഒരു ചേഞ്ച്. അതവിടെ ഉണ്ടാകും, എല്ലാ രീതിയിലും. ഇതുപോലൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ കൊല്ലം നീ എന്നെ തച്ചോട്ട് കാവി കൂട്ടിക്കൊണ്ടു പോയത്. അവസാനം അവിടുന്ന് അടി കിട്ടാതെ ഊരിക്കൊണ്ടുപോവാൻ ഞാൻ പെട്ട പാട്. അതെനിക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെ, സമ്മതിച്ചു. നീ എന്നെ പറ, ആ പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ട തലയ്ക്ക് അസുഖമുണ്ടെന്ന് ആരെങ്കിലും പറയോ? എന്തിന്, നിനക്ക് തോന്നിയോ? നീ കൂടുതൽ പോസൊന്നും കാണിക്കണ്ട. നിന്റെ കല്യാണ കാര്യത്തിൽ ഞാനൊരു താല്പര്യം കാണിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു പോണ്ട. കണ്ടിട്ട് നിനക്കെങ്ങനെ തോന്നി? മാച്ച് ആവോ? മാച്ച് ആകുമെന്നോ? നല്ല കറക്റ്റ് ജോഡിയായിരിക്കും. എടാ, കെട്ടാൻ പോകുന്ന കുട്ടിയുടെ സ്വഭാവം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം വേണം. പ്രേമവിവാഹമായിരിക്കണം, കുട്ടി സുന്ദരിയായിരിക്കണം, ബുദ്ധിമതിയായിരിക്കണം. ഇതൊക്കെയല്ലേ നിന്റെ കണ്ടീഷൻ? ഇതെല്ലാം കൂടി ഒത്തുവന്നിരിക്കുന്ന ഏക കേസാണ്. കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ രീതി പ്രൊസീഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കിളവനെ ഹിന്ദിയും പഠിപ്പിച്ച് മാന്യമായിട്ടെങ്കിൽ മടങ്ങിപ്പോരാ. എന്താ? എപ്പോ പോണം? എപ്പോ വേണമെങ്കിലും പോകാം. പിന്നെ നീ ഒരു മണ്ടൂസനായിട്ട് വേണം അവിടെ വരേണ്ടത്. അതെന്താ? നീ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല എന്നും പഞ്ചപാവമാണോ എന്നൊക്കെ പറഞ്ഞിട്ടാ അയ്യപ്പൻ നായർ സമ്മതിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഒരു ഒറ്റ മുണ്ടൊക്കെ കൊടുത്ത് വേണമെങ്കിൽ അച്ഛന്റെ ഒരു പഴയ ഷർട്ടൊക്കെ ഇട്ട്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നല്ലപോലെ ഡ്രസ് ചെയ്യണം. അതൊക്കെ പടിപ്പടിയായിട്ട് ചേഞ്ച് ചെയ്യാം. നീ ആദ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു മഫൻ ആയിരിക്കണം. മഫൻ എന്ന് പറഞ്ഞാൽ ഒരു മഷ്ഗുണൻ.